മലയാളത്തിൽ പൊതുവെ സൂപ്പർ ഹീറോ സിനിമകൾ വളരെ കുറച്ച് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. എന്നാൽ ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഡാർക്ക് നൈറ്റ്, അയൺ മാൻ, ഹൾക്ക് തുടങ്ങി അനേകം കഥാപാത്രങ്ങൾ ഹോളിവുഡ് സിനിമയിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്നുമുണ്ട്. എന്നാൽ അപ്പോഴും നമ്മുടെ സിനിമ ആ ഒരു യോണറിനെ തൊടാൻ മടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടെക്നിക്കൽ പെർഫെക്ഷൻ ആവശ്യമുള്ള അങ്ങനെ ഒരു സിനിമ ചിത്രീകരിക്കുന്നതിനാവശ്യമായ ഭീമമായ ബഡ്ജറ്റ് ആയിരിക്കാം മലയാള സിനിമയെ അതിൽ നിന്നും പലപ്പോഴും പിന്തിരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത്, നമുക്ക് സൂപ്പർ നായകന്മാരുള്ളത് കൊണ്ട് തന്നെ അവരുടെ പല കഥാപാത്രങ്ങളും ഹോളിവുഡിലെ സോകോൾഡ് സൂപ്പർ ഹീറോസ് കഥാപാത്രങ്ങളെക്കാൾ ശക്തിയും കഴിവുമൊക്കെ ഉള്ളവരാണ് താനും. നമ്മുടെ പുലിമുരുകനും ഇന്ദുചൂടനും നീലകണ്ഠനും വല്യേട്ടനുമൊക്കെ ഏതൊരു സൂപ്പർ ഹീറോയെക്കാളും ശക്തിയും കഴിവുമുള്ളവരാണെന്ന് നമുക്ക് നേരിട്ട് അനുഭവമാണല്ലോ. അങ്ങനെ ബജറ്റ് പരമായും സാങ്കേതികപരമായും മലയാളത്തിന് പ്രാപ്യമാവില്ല എന്ന് കരുതിയ ഒരു യോണറിലാണ് നമ്മൾ ഇന്ന് അത്ഭുതം സാധിച്ചിരിക്കുന്നത്. ലോക മലയാളവും കടന്ന് മറ്റ് ഭാഷകളും ദേശങ്ങളും കടന്ന് അതിൻ്റെ അവിശ്വസനീയമായ വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ അവിശ്വസനീയമായ ഈ വിജയത്തോടും ആ സൂപ്പർ ഹീറോ യോണറിനോടും എത്രമാത്രം നീതി പുലർത്തുന്നതാണ് ഈ സിനിമ എന്ന് ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുകയാണ്. മലയാളത്തിലിറങ്ങിയ ഈ സിനിമയെ ഹോളിവുഡിലെ സൂപ്പർ ഹീറോ മൂവീസുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. അത്തരം സിനിമകൾക്ക് അവർ മുടക്കുന്ന ഉയർന്ന മുതൽ മുടക്കും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ടെക്നിക്കൽ പെർഫെക്ഷനും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പെർഫെക്ഷനിൽ അത്തരം സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളൊന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുമല്ല. ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് ആ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഇത്രയും ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഒരു സിനിമ ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ടെക്നിക്കൽ പെർഫെക്ഷനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റിംഗ് സൈഡിനും പ്രാധാന്യമുണ്ട്. ഈ സിനിമയുടെ പാളിച്ചകളിൽ നല്ലൊരു പങ്കും അതിൻ്റെ റൈറ്റിംഗ് സൈഡിലാണ്. കെട്ടുറപ്പില്ലാത്ത, യുക്തിപരമല്ലാത്ത, ഇമോഷണലി കണക്റ്റഡ് അല്ലാത്ത ഒരു തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. യുക്തിപരമല്ലാത്തത് എന്ന് പറയുമ്പോൾ പലരും സംശയിക്കും, ഒരു സൂപ്പർ ഹീറോ മൂവിക്ക് എന്ത് ലോജിക്കാണുള്ളത് എന്ന്. സിനിമ എന്നത് സീയിങ് ഈസ് ബിലീവിങ് എന്നാണ്. കാണുന്നത് വിശ്വസിക്കലാണ് അല്ലെങ്കിൽ വിശ്വസിപ്പിക്കലാണ് സിനിമ എന്നത്. സിനിമയുടെ മാന്ത്രികത എന്നത് ആ വിശ്വസിപ്പിക്കലാണ്. ഏത് അവിശ്വസനീയമായ പ്ലോട്ടും നമുക്ക് സിനിമയാക്കാൻ പറ്റും. പക്ഷേ അത് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവിശ്വസനീയമായതിനെ വിശ്വസനീയമായി മാറ്റുന്നതിനെയാണ് കല അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത്. സ്പിൽബർഗിനെ പോലെയുള്ള ചലച്ചിത്രകാരന്മാർക്ക് ദിനോസറുകളെയൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ച് നമ്മെ കാലാകാലമായി പറ്റിക്കാൻ കഴിയുന്നതിന് കാരണവും അതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയാണ്. ആ സർഗാത്മകത കൊണ്ടാണ് നൂറ്റാണ്ടുകളായി നാം ചതിയൻ ചന്തു എന്ന് വിളിച്ച ചന്തുവിനെ MT വാസുദേവൻ നായർ ഒറ്റ സിനിമ കൊണ്ട് നായകനാക്കി മാറ്റിയത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിലെ സൂപ്പർ പവറുള്ള കഥാപാത്രത്തെ നമ്മുടെ മുന്നിൽ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ വന്ന വീഴ്ചയാണ്. ചന്ദ്രയ്ക്ക് സൂപ്പർ പവർ കിട്ടുന്നതിൻ്റെ പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു നീലിയുടെ ബാക്ക് സ്റ്റോറി എല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ചന്ദ്ര എന്ന കഥാപാത്രവുമായി കണക്ട് ചെയ്യാൻ പ്രേക്ഷകന് സാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ചന്ദ്രയും കുട്ടി നീലിയുമായുള്ള ആ കണക്ഷൻ എവിടെയോ വെച്ച് മുറിഞ്ഞു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മലയാള സിനിമയും കഥാപാത്രം മലയാളത്തിലെ ഒരു സൂപ്പർ വുമണുമായതുകൊണ്ട് അതിനെ ഒരു മലയാളത്തിൻ്റെ ഫോക്ലോറുമായി ബന്ധിപ്പിക്കാനുള്ള റൈറ്ററുടെ ഉദ്ദേശം ശരിയാണെങ്കിലും ആ ഒരു കണക്ഷൻ വേണ്ട രീതിയിൽ പാകപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പോരായ്മ. അത് ഒന്നുകിൽ തുടക്കത്തിലോ അല്ലെങ്കിൽ ചന്ദ്രയുടെ കഥാപാത്രത്തിന്റെ മുന്നോട്ടുള്ള നറേഷനിലോ എവിടെയെങ്കിലുമൊക്കെ ചില ഡീറ്റെയിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഈ കഥാപാത്രം കൂടുതൽ ആഴമുള്ളതും പ്രേക്ഷകരുമായി കൂടുതൽ കണക്റ്റഡ് ആവുകയും അതുവഴി വിശ്വസനീയത കൂടുകയും ചെയ്യുമായിരുന്നു. സ്പൈഡർമാന് ആ ശക്തി വരുന്നത് കുട്ടികൾ ഒരു സ്റ്റഡി ട്രിപ്പിനിടെ ഒരു ലാബ് സന്ദർശിക്കുന്നതും അവിടെ വെച്ച് ജനറ്റിക്കലി മോഡിഫൈഡ് റേഡിയോ ആക്റ്റീവ് സ്പൈഡർ പീറ്റർ പാർക്കറെ കടിക്കുമ്പോഴുമാണ്. അതുവഴി പീറ്റർ പാർക്കറുടെ DNA മാറ്റം വരികയും അമാനുഷിക ശക്തികൾ പീറ്ററിലേക്ക് എത്തുകയും ചെയ്യുന്നതായി അവരതിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സയന്റിഫിക് ബേസ് ഉണ്ടെന്ന് നാം അറിയാതെ തന്നെ വിശ്വസിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബേസ് കൊടുക്കാതെ ഓരോ 20 വർഷം മാത്രമേ എനിക്കൊരു സ്ഥലത്ത് നിൽക്കാനാവുമെന്നും ഞാൻ അത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് തൊട്ട് മുമ്പ് താൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു എന്നും ചന്ദ്ര തന്നെ പറയുമ്പോൾ അതൊരു കോമഡി ആയിട്ടാണ് പ്രേക്ഷകന് അനുഭവപ്പെടുന്നത്.
അവിടെയാണ് തൊട്ട് മുമ്പിറങ്ങിയ മിന്നൽ മുരളി വേറിട്ട് നിൽക്കുന്നത്. അതുവരെ സാധാരണക്കാരനായിരുന്ന മിന്നൽ മുരളിക്ക് ആ ശക്തി ലഭിക്കുന്നത് ഒരു ശക്തമായ മിന്നലിലൂടെയാണ്. ലക്ഷക്കണക്കിന് വോൾട്ട് ശരീരത്തിലൂടെ പ്രവഹിക്കുന്നതിനെ പറ്റി സയന്റിഫിക് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തുകൊണ്ട് പ്രേക്ഷകനെ വിശ്വസിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ആ സിനിമയുടെ റൈറ്റിംഗ് പാർട്ടിലുണ്ട്. രണ്ടാമത്തെ പോരായ്മയും തിരക്കഥയിൽ തന്നെയാണ്. ഒരു സൂപ്പർ പവറുള്ള ഒരു കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കുമ്പോൾ അതിനൊത്ത ഒരു വില്ലനെയും സൃഷ്ടിക്കേണ്ടതുണ്ട്. കേന്ദ്ര കഥാപാത്രത്തിന്റെ ഹീറോയിസത്തെ ചാലഞ്ച് ചെയ്യാൻ ശക്തിയുള്ള ഒരു വില്ലൻ. എങ്കിൽ മാത്രമേ ഒരു നറേറ്റീവ് കോൺഫ്ലിക്റ്റ് ആ സിനിമയിൽ ബിൽഡ് ചെയ്യാനാവൂ. ഡാർക്ക് നൈറ്റിലെ ജോക്കർ പോലെ, സൂപ്പർമാനിലെ ഡൂംസ്ഡേ പോലെ, എന്തിന് മിന്നൽ മുരളിയിലെ ഷിബു പോലെയുള്ള ഒരു വില്ലൻ. മിന്നൽ മുരളിയിലെ ഷിബു ആവട്ടെ മിന്നൽ മുരളിയെ പോലെ തന്നെ ശക്തിയാർജിച്ച ഒരു വില്ലനാണ്. മാത്രമല്ല ഒരുപാട് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഉള്ള ആഴമുള്ള പല തലങ്ങളുള്ള കഥാപാത്രമാണ് ഷിബു. അതിൽ ഒരുപക്ഷെ ഡാർക്ക് നൈറ്റിലെ ജോക്കറെ പോലെ നായകനും മുകളിലെത്തിയ വില്ലനാണ് മിന്നൽ മുരളിയിലെ ഷിബു. ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ, നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനങ്ങൾ, ഇവയിലെല്ലാം തന്നെ പ്രേക്ഷകരുടെ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് സാധ്യമാക്കി തീർക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ലോകയിൽ പല ഭാഗത്തും പ്രേക്ഷകർക്ക് സാധ്യമാവാത്തത് ശക്തമായ ഒരു വില്ലൻ കഥാപാത്രമില്ല എന്നുള്ളതാണ്. ഈ സിനിമയിലെ സാൻഡിയുടെ വില്ലൻ കഥാപാത്രം ഒരു സാധാരണ മോഹൻലാൽ സിനിമയുടെ വില്ലന്റെ അത്ര പോലും ശക്തനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. തുടക്കത്തിലെ ജോർജ് സാറിന്റെ ക്രൗര്യത പോലും ലോക എന്ന സൂപ്പർ ഹീറോ സിനിമയിലെ വില്ലന് ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു റൈറ്റിങ്ങിലെ പരാജയമായി മാത്രമേ കാണാൻ പറ്റൂ. ഇങ്ങനെ ഒരു വില്ലനോട് എതിരിടാൻ എന്തിനാണ് അമാനുഷിക ശക്തികളുള്ള ഒരു സൂപ്പർ വുമൺ വരുന്നത് എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു പോകും. മൂന്നാമതായി ഈ സിനിമയുടെ ഇമോഷണൽ കോർ വേണ്ട രീതിയിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു സിനിമ എൻഗേജ്ഡ് ആക്കുന്നത് അത് പ്രേക്ഷകനുമായി ഇമോഷണലി കണക്റ്റഡ് ആവുമ്പോഴാണ്. അങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആവണമെങ്കിൽ കഥാപാത്രങ്ങൾക്കിടയിൽ ഒരു ശക്തമായ ഇമോഷണൽ ബോണ്ടിങ് ആവശ്യമാണ്. അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ള സന്ദർഭങ്ങളൊന്നും വേണ്ട രീതിയിൽ വികസിപ്പിക്കാൻ ഇതിൻ്റെ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും നായകനും നായികയും തമ്മിലുള്ള ബന്ധം ഒരു പാതി വെന്ത രീതിയിൽ ഉപേക്ഷിച്ച് പോകുന്നതായാണ് നമുക്ക് തോന്നുക. ഇടവേള വരെ ഒരു കൈയടക്കത്തോടു കൂടി ആ ബന്ധത്തെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇടവേളയ്ക്ക് ശേഷം തിരക്കഥാകൃത്തിന്റെ കൈയടക്കം നഷ്ടപ്പെടുകയും പല കഥാപാത്രങ്ങളും ഒഴുകി നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പല ഭാഗങ്ങൾ ഉണ്ടാക്കണമെന്ന നിർബന്ധം കൊണ്ട് കാമിയോയായി അനവസരത്തിൽ കഥയുമായി കണക്ട് ചെയ്യാത്ത രീതിയിൽ പല കഥാപാത്രങ്ങളും കയറി ഇറങ്ങിപ്പോയത് പ്രേക്ഷകന്റെ സിനിമ ആസ്വദിക്കുന്ന ആ രസച്ചരട് പലയിടത്തും പൊട്ടിപ്പോകുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. നായികയായി കല്യാണിയെ അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ ഭാവാഭിനയത്തിന്റെ സാധ്യതകളിലേക്കൊന്നും ആ കഥാപാത്രത്തെ മാറ്റാതെ ഒരേ മൂഡോടുകൂടിയാണ് ആദ്യാവസാനം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കല്യാണിയെ ഒട്ടേറെ സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായി സ്ത്രീയെ വെക്കുമ്പോൾ രൂപം കൊണ്ട് കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റായ ഒരു അഭിനേത്രിയായിരുന്നെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മറ്റൊരു തലത്തിലാവുമായിരുന്നു. മലയാളത്തിൽ ഒരു റിയൽ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ പിറവിക്ക് അത് കാരണമാവുകയും ഇനിയും കുറെ ലേഡി സൂപ്പർ ഹീറോ മൂവികൾ മലയാളത്തിൽ ഇറങ്ങാനുള്ള സാധ്യത തുറന്നിടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ സിനിമ കല്യാണിയുടെ സിനിമാ ജീവിതത്തിലെ വലിയൊരു ഹിറ്റാണെങ്കിലും കല്യാണിയെ സംബന്ധിച്ചിടത്തോളം ഈ ജോണറിൽ മറ്റ് കഥാപാത്രങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന പ്രതീക്ഷ ഈ സിനിമ നൽകുന്നില്ല. ഈ കാരണങ്ങളൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും സാമ്പത്തിക വിജയം നേടുന്ന സിനിമയിലേക്ക് ഈ സിനിമ കുതിക്കുമ്പോഴും അത് മലയാളത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ സിനിമയായി മാറാത്തത്. അതുകൊണ്ട് തന്നെ മിന്നൽ മുരളിയുടെ ഗ്രാഫ് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. പ്രേക്ഷകനെ പിടിച്ചിരുത്തിയ ഒരു പെർഫെക്റ്റ് സൂപ്പർ ഹീറോ മൂവിയായി ഇപ്പോഴും മിന്നൽ മുരളിയുടെ സ്ഥാനം മുകളിൽ തന്നെയാണ്. ഒരു പ്രേക്ഷകനും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ട് പോലും വീട്ടിലെ 45 ടിവിയിൽ ഒരു സാധാരണ കാഴ്ചയായിട്ട് പോലും ആ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇമോഷണൽ ഇമ്പാക്റ്റിന്റെ അടുത്തൊന്നും എത്തുന്നില്ല ലോക. ഒരുപക്ഷെ ലോകയുടെ വിജയം ഒരുപാട് സൂപ്പർ ഹീറോ മൂവികളെ നിർമ്മിക്കുന്നതിന് സിനിമാക്കാർക്ക് പ്രേരണയാകാം. ഏതായാലും മിന്നൽ മുരളിക്ക് മുകളിലെത്തുന്ന മറ്റൊരു സൂപ്പർ പവർ മൂവിക്കായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.